അമ്പലപ്പുഴയിൽ ജി സുധാകരനെ കൈ തുണയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കൈ തുണയ്ക്കുമോ എന്ന് വെച്ചാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ അടുത്ത വിസ്മയം എന്ന രൂപത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല, ജി സുധാകരന്റെ വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിക്കുന്നു. സണ്ണി ജോസഫ് പ്രതികരിക്കുന്നു, രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ്. ഏറ്റവും ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ എന്ന പ്രതികരണമാണ് ഇതിൽ രമേശ് ചെന്നിത്തല അടക്കം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ, ആ, എല്ലാ തരത്തിലും ജി സുധാകരനെ പിന്തുണയ്ക്കുന്നു എന്നൊരു സൂചന നൽകുന്നു. ഇനി തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം അത് പ്രഖ്യാപിക്കും. അതിനുള്ള താമസമേ ഉള്ളൂ. ഇപ്പോൾ ജി സുധാകരൻ നീണ്ട 1.5 മണിക്കൂറുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു പോസ്റ്റുമൊക്കെ ഇട്ടിട്ടുണ്ട്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്നിട്ടില്ല. ഒരു പാർട്ടിയുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല. ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അമ്പലപ്പുഴ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെയും വോട്ടും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം 2016 അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷമാണ് ആ ആത്മവിശ്വാസം എന്നുള്ളത്. 22,618 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അതിനുശേഷമുള്ള 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് പിന്നീട് അവസരം നിഷേധിക്കുകയായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ അവിടെ എച്ച് സലാം മത്സരിക്കുമ്പോൾ എച്ച് സലാമിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 11,251 ആയിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ജി സുധാകരൻ മത്സരിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷമല്ല എച്ച് സലാം മത്സരിക്കുമ്പോൾ ഉള്ള ഭൂരിപക്ഷം എന്നുള്ള വ്യത്യാസമുണ്ട്. 4 തവണ MLA ആയി, 10 വർഷം മന്ത്രിയായി, ആ നിലയ്ക്ക് പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായി അദ്ദേഹം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയത് എന്നുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിന് ജില്ലയിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെയും ബ്രാഞ്ച് എന്നതിൽ പോവുകയും അതിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചായി മാറുന്ന അഭിഭാഷകരുടെ ബ്രാഞ്ചിലേക്ക് അദ്ദേഹത്തെ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാടുകളൊക്കെയാണ് അദ്ദേഹത്തിന് വലിയ പിണക്കമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ കൗതുകം. താനൊരു നല്ല കമ്മ്യൂണിസ്റ്റാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടാണ് ഇന്ന് വാർത്താസമ്മേളനം നടത്തുന്നത്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് നയപരിപാടിയോട് ഒരു എതിർപ്പുമില്ല. അദ്ദേഹം മൂലധനവും മാനിഫെസ്റ്റോയും ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തു എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്നത് പാർട്ടി രേഖകൾ വീണ്ടും വീണ്ടും വായിച്ച് ഉൾക്കൊള്ളുന്ന, പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ള ഒരു നേതാവാണ്. അപ്പോൾ താൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു കമ്മ്യൂണിസ്റ്റായി തന്നെയാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നത്. പിന്തുണയ്ക്കുന്നവർക്ക് തന്നെ പിന്തുണയ്ക്കാം എന്ന മട്ടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അതൊരു രാഷ്ട്രീയമായി ഒരു 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 വലിയ ആയുധമായ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് അത് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുവരെയുള്ള വിസ്മയങ്ങൾ പോലെയല്ല. ഐഷ പോറ്റിയുടെയും PK ശശിയുടെയും പോലുള്ള ഒരു വിസ്മയമല്ല, സുരേഷിന്റെയും ഒക്കെ പോലുള്ള ഒരു വിസ്മയമല്ല ഈ വിസ്മയം എന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട വിസ്മയമായി തന്നെ മാറുകയാണ്. CPM-ലെ ഏറ്റവും മുതിർന്ന നേതാവ്, ഒരു തരത്തിൽ ആലപ്പുഴയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായ ഒരു ചരിത്രമാണ് അദ്ദേഹം. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു നേതാവിനെ തന്നെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നു. ആ നേതാവ് തെരഞ്ഞെടുപ്പിൽ അവിടെ CPM-നെതിരെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒരു പ്രത്യേകതയായി കാണുന്നത്. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിർത്തിയില്ല എങ്കിൽ അത് എച്ച് സലാം വേഴ്സസ് ജി സുധാകരൻ എന്ന രൂപത്തിലൊരു തെരഞ്ഞെടുപ്പായി മാറുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഈ ആലപ്പുഴയാണല്ലോ, ആലപ്പുഴ CPM-ന്റെ ഉറച്ച കോട്ടയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാരാരിക്കുളത്ത് VS-നെ തോൽപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ജി സുധാകരൻ തന്നെ കായംകുളത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ തദ്ദേശത്തിലെ കാഴ്ച, ഈ ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ 27 വാർഡുകളാണ് അമ്പലപ്പുഴയിലുള്ളത്. 12 എണ്ണം LDF-ഉം 10 എണ്ണം UDF-ഉമാണ്. NDA 3, ഇനി സ്വതന്ത്ര 2. 5 പഞ്ചായത്തുകളിൽ 3 എണ്ണം LDF-ഉം 2 എണ്ണം UDF-ഉം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തിരി ഒരു 5000 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ വേണമെങ്കിൽ കാര്യങ്ങൾ മറിയാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള വോട്ട് എന്ന് പറയുന്നത് ഈഴവ വോട്ട് ഏറ്റവും കൂടുതൽ, പിന്നെ ധീവര വോട്ട്, ലത്തീൻ വോട്ട്, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഒരു 15-20% വരും. ഈ വോട്ടുകളൊക്കെ പാർട്ടി വോട്ട് കൂടാതെയുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ ഈ നാട്ടുകാരെയൊക്കെ പേര് പറഞ്ഞു വിളിക്കാനുള്ള ഒരു ബന്ധം ജി സുധാകരനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം എത്രത്തോളം ഗുണം ചെയ്യുന്നു? ഇനിയിപ്പോൾ VD സതീശൻ പറയുന്നത് പോലെ ഇപ്പോൾ CPM-ന്റെ ലൈനിനെതിരെ, CPM-ന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല എന്നും തീവ്ര വലത് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയെന്നൊക്കെ അഭിപ്രായമുള്ള പാർട്ടിയിലെ തന്നെ ജി സുധാകരനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ സുധാകരൻ പറയുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് കൂടി ഇതിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അത് പ്ലസ് കോൺഗ്രസ് വോട്ട് എന്ന രൂപത്തിൽ വരികയാണെങ്കിൽ ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേക്കാം. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ CPM-ന് അത് വലിയ തിരിച്ചടിയാവുകയാണ്. CPM ഇപ്പോൾ തന്നെ 15 ഏരിയ കമ്മിറ്റികളും യോഗം ചേർന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ജി സുധാകരനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യലിൽ അദ്ദേഹം മന്ത്രിയായി, അദ്ദേഹത്തെ പറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലുള്ള അഭിപ്രായം അഴിമതിയുടെ കറ പുരളാത്ത നേതാവ് എന്നുള്ളതാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തിൽ എത്ര നല്ല മന്ത്രിയായിരുന്നെന്നും എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നു, പാലങ്ങളായാലും റോഡായാലും അതൊരു നേട്ടമായി തന്നെ വിവരിക്കുന്നു. അതിൽ
എതിർപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്ത് ചില അഴിമതികൾ ഉണ്ടായിരുന്നു എന്ന രൂപത്തിലാണ് ഈ ഏരിയ കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തേക്ക് പറയാനല്ല, ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതവിടെ നടക്കുന്നു. നാളെ ഇനി ഈ ലോക്കൽ കമ്മിറ്റികളുടെ യോഗം ചേരും. അത് കഴിഞ്ഞിട്ടാണ് മറ്റന്നാൾ രാഷ്ട്രീയ വിസ്തീർണ യോഗം. പിന്നീട് ഒരു ശക്തി പ്രകടനം, ഒരു 5000 പേരെ പങ്കെടുപ്പിച്ച് നേരത്തെ നമ്മുടെ പ്രതിനിധി പറഞ്ഞല്ലോ. അപ്പോൾ 5000 പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു യോഗം ആലോചിക്കുന്നു. അതിനുശേഷം ഒരു രാഷ്ട്രീയ വിശദീകരണത്തിന് ശേഷം ഒരു വലിയ പ്രകടനം നടത്താൻ ആലോചിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ പാർട്ടി അവിടെ ശക്തമാണ് എന്ന് കാണിക്കാനുള്ള നടപടികൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ CPM-ന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണം. ഇന്നിപ്പോൾ വളരെ സംയമനത്തോടു കൂടി പ്രതികരിച്ചിരിക്കുന്ന നേതാക്കൾ നാളെ അങ്ങനെ ആകണം പ്രതികരിക്കുക എന്നില്ല. ഇപ്പോൾ പാർട്ടി അണികൾ തന്നെ ഇപ്പോൾ തന്നെ വർഗ്ഗവഞ്ചകൻ എന്നുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ പതിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെയൊക്കെ അതിന്റെ തുടർച്ചയും ആലപ്പുഴ, അമ്പലപ്പുഴ എല്ലാ ഭാഗങ്ങളിലും ആ ഒരു തുടർച്ചയുണ്ടാകും. നേരെ മറിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് G. സുധാകരൻ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ വിവാദം, അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുന്നു എന്നുള്ള തീരുമാനം, അത് കേവലം അമ്പലപ്പുഴയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ, ഒരുപക്ഷെ മധ്യ കേരളത്തിലാകുകയും ചർച്ചയാകുകയും അത് ആ നിലയ്ക്ക് UDF-ന് നേട്ടമാകുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായി അതൊരു പ്രധാനപ്പെട്ട ആയുധമാണ്. എന്താണോ G. സുധാകരനുമായി ബന്ധപ്പെട്ട, G. സുധാകരൻ ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് പറയുന്നത് രക്തസാക്ഷി കുടുംബം എന്നുള്ളതാണ്. ആ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരൻ കൊല്ലപ്പെട്ടത് KSUവിന്റെ കത്തിക്കുത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുകയാണത് ആ സമയത്തെ നായർ പ്രമാണിമാരായ ചില ഗുണ്ടകളായ ചില യുവാക്കൾ, അവരിൽ ചിലരൊക്കെ ഇപ്പോഴും NSSന്റെ ചില സ്ഥാനങ്ങളിലുണ്ട് എന്നുകൂടി അദ്ദേഹം ഇന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ അത് KSU എന്ന രൂപത്തിലൊന്നും അത് കാണേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് അത് വരികയും മാത്രമല്ല, കോൺഗ്രസും CPM സഹകരിക്കുന്ന ബംഗാളിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, തമിഴ്നാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, ഇന്ത്യ മുന്നണിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, ഈ കേസ് തോൽപ്പിച്ചത് പോലീസാണ് എന്ന് കോടതി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പീൽ പോകാൻ പാർട്ടി സഹായിച്ചിട്ടില്ല. വീട്ടിലെ ആഞ്ഞിലിമരം മുറിച്ച കാശുകൊണ്ടാണ് അപ്പീൽ പോയത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാർട്ടിക്കെതിരെയുള്ള ചില കാര്യങ്ങളായി മാറുകയാണ്. ഇതിലൊക്കെ എങ്ങനെയാണ് പാർട്ടി മറുപടി പറയുക എന്നറിയില്ല. ഇന്നിപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണല്ലോ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ തുടർച്ചയും ഉണ്ടാകും. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളതല്ല, ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിൽ ആർക്ക് ഈ രാഷ്ട്രീയം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് ഗുണം ചെയ്യും എന്ന് നോക്കിയാൽ ഇപ്പോൾ ഇത് കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യമാണ് എന്ന് വേണം കരുതാൻ. Meet the editors.